നമസ്കാരം. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴ മൂലമെന്ന് ഭൗമശാസ്ത്ര വിദഗ്ധർ. മറിച്ച് മാനുഷിക ഇടപെടൽ ഇല്ലെന്നും അവർ വ്യക്തമാക്കി. 1984 ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്തു തന്നെയാണ് ഇപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടൽ സാധ്യത ഭൂപടത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. കനത്ത മഴയിൽ ഉൾവനത്തിലാണ് ഉരുൾപൊട്ടിയത്, ജനവാസ കേന്ദ്രത്തിൽ അല്ല. അതിനാൽ മാനുഷിക ഇടപെടലുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണിത് സംഭവിച്ചതെന്ന് പറയാനാകില്ല എന്നും സംസ്ഥാന ലാൻഡ് സ്ലൈഡ് അഡ്വൈസറി കമ്മിറ്റി അംഗവും കേരള സർവകലാശാല ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ KS സജിൻകുമാർ പറഞ്ഞു. 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ്. ഉരുൾപൊട്ടി വന്നത് പുഴയുടെ ഇരു കരകളിലുമുള്ള പ്രളയ സാധ്യതാ പ്രദേശത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കനത്ത നാശം ഉണ്ടാക്കി. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ പാറമടകളുടെ സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൊന്നും കണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഉരുൾപൊട്ടലിന് കാരണം മാനുഷിക ഇടപെടലുകൾ അല്ല എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ V അമ്പിളിയും പറഞ്ഞു. മലയുടെ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് മാനുഷിക ഇടപെടൽ ഉണ്ടായിട്ടില്ല. തുടർച്ചയായ കനത്ത മഴയിൽ പാറകളുടെ വിള്ളലുകൾ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞു. വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത വിധമായിരുന്നു മഴ. വിള്ളലുകളിൽ തിങ്ങി നിറഞ്ഞ വെള്ളം വൻ പാറകളെ പിളർത്തി, ഡോക്ടർ അമ്പിളി പറഞ്ഞു. ഉരുൾപൊട്ടൽ പ്രവചിക്കാനാകും. മുൻപുണ്ടായ ഉരുൾപൊട്ടലുകൾ, ഇപ്പോഴത്തെ മഴയുടെ അളവ് എന്നിവയുടെ സ്ഥിതിവിവരക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പഠനത്തിലൂടെ ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കാനാകുമെന്ന് ഡോക്ടർ സജിൻകുമാർ പറയുന്നു. പ്രദേശത്തിന്റെ ചരിവ്, മണ്ണിന്റെ ഘടന, ഖനം, വെള്ളം ഉൾക്കൊള്ളാനുള്ള കഴിവ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ വിശകലനം ചെയ്താണ് ഇത് സാധിക്കുന്നത്. ഇതിന് മഴമാപിനികളുടെ വിപുലമായ ശൃംഖല വേണം. വാർഡ് തലത്തിൽ ഇവ ഒരുക്കണം. ഉരുൾപൊട്ടൽ സാധ്യത 50-60% എത്തുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയാൽ ഒട്ടേറെ ജീവൻ രക്ഷിക്കാനാകും. ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടവും പൊട്ടി ഒഴുകാവുന്ന പാതയുടെ ഭൂപടവും തയ്യാറാക്കണം. പശ്ചിമഘട്ടത്തിലെ 35% സ്ഥലം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണെങ്കിലും കേരളത്തിലെ സാഹചര്യത്തിൽ അവിടെ ജനവാസം വേണ്ടെന്ന് വെക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു.